ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സന്തോഷത്തോടെ മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, തിരുവെഴുത്തിലേക്ക് നോക്കുമ്പോൾ, സർവ്വകൃപാലുവായ ദൈവം നമുക്ക് തരുന്ന ആത്മീക ഉത്തേജനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന ദൈവിക ചിന്തകൾക്കായി ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്നും കർത്താവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ രക്ഷകനായ കർത്താവിനെ, എൻ്റെ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്നു കൊണ്ട് വചനം തന്നും വാഗ്ദത്തം നിറവേറ്റിയും എല്ലാം നമ്മെ ശക്തീകരിക്കുന്ന നമ്മുടെ ആരാധ്യനായ മഹാദൈവത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം 2 രാജാക്കന്മാർ 9 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ നിന്നാണ്. 2 രാജാക്കന്മാർ 9 അധ്യായം അതിൻ്റെ 2 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അവിടെ എത്തിയ ശേഷം നിംഷിയുടെ മകനായ യഹോശാഫാത്തിൻ്റെ മകൻ യേഹൂ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കി അകത്ത് ചെന്ന് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോകുക. അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോകുക. അഭിഷേകം ചെയ്യാനാട്ടോ യേഹൂവിനെ അഭിഷേകം ചെയ്യുന്ന വിവരത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ എലീശ പ്രവാചകൻ്റെ കാലഘട്ടത്തെ ഒന്ന് വിലയിരുത്തിക്കോട്ടെ. എലീശയുടെ യുഗം, അങ്ങനെ നമ്മൾ ചില ആളുകളെക്കുറിച്ച് പറയാറുണ്ട്. ചില ആളുകൾ മരിക്കുമ്പോൾ ഭംഗിവാക്കാണോ എന്നറിയില്ല, എങ്കിലും ഇങ്ങനെ പറയാറുണ്ട്: ഒരു യുഗം അവസാനിച്ചു. ശക്തന്മാരായിരിക്കുന്ന ചില ആത്മീക പരിഷ്കർത്താക്കൾ, രാഷ്ട്രീയ വിപ്ലവകാരികൾ, സമൂഹത്തിന് പ്രയോജനപ്പെടുത്തിയ ഒത്തിരി കാര്യങ്ങൾ ചെയ്തവർ ഈ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലിൽ പേര് കുറിച്ചിട്ടിട്ട് മരണം വഴി കടന്നു പോയവർ, അങ്ങനെയുള്ള ആളുകളെ അവർ മരിക്കുമ്പോൾ പറയുന്നൊരു പ്രത്യേക പ്രയോഗമാണ്: ഒരു യുഗം അവസാനിക്കുന്നു. എനിക്കും ഇന്ന് വായിച്ചപ്പോൾ ആ വാക്ക് ഓർമ്മ വന്നു. ഏലീശയുടെ യുഗം എന്നൊരു കാലഘട്ടം. ഏലിയാവിൻ്റെ പിന്നാലെ യാത്ര തിരിച്ച് ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് വാങ്ങിച്ച് ഏലിയാവിൻ്റെ പുതപ്പ് കൃപയാൽ ഭാഗ്യം കൊണ്ട് യോർദാൻ്റെ തീരത്ത് വെച്ച് ഏറ്റുവാങ്ങി. ആരൊക്കെയോ അപമാനിച്ച് ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടക്കക്കാരനെങ്കിലും അപമാന വാക്കുകൾക്കപ്പുറം എത്രയോ ആളുകൾക്ക് ഗുണമായി, എത്രയോ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു. ദൈവഭയം നാട്ടിലുണ്ടാക്കി. ദൈവം ജീവിക്കുന്നു എന്ന് പലരുടെ മുമ്പിൽ തെളിയിച്ചു. പല ആളുകളെയും ഇതുപോലെ ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ കാലഘട്ടത്തിൻ്റെ നടുവിൽ ഒരു വൻ മരമായി നിന്ന് വളർന്ന് അനേകർക്കും, രാഷ്ട്രത്തിനും രാജ്യത്തിനും ആത്മീകർക്കും ആത്മീക നേതാക്കന്മാർക്കുമെല്ലാം ചുട്ട മറുപടി കൊടുക്കേണ്ട സ്ഥാനത്ത് മറുപടി കൊടുത്തും, ദൈവം ജീവിക്കുന്നു എന്ന് ദൃഷ്ടാന്തങ്ങളിൽ കൂടെ തെളിയിക്കേണ്ട സ്ഥലങ്ങളിൽ ദൃഷ്ടാന്തങ്ങളിൽ കൂടെ തെളിയിച്ചു. തകർന്നു പോയവരെ ചേർത്ത് നിർത്തി, സഹായിപ്പാൻ ആരുമില്ലാതെ കടം കയറി തകർന്ന പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയെപ്പോലുള്ള ആളുകളെ ശരിക്കും കരുതി വിഷയങ്ങളിൽ ഇടപെട്ട് ജീവിത സാഹചര്യങ്ങൾക്കകത്ത് നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന്, അതിലുപരി ആത്മീകമായി പലരെയും ഈ യേഹൂവിനെ പോലെ ഉന്നത സ്ഥാനത്തെത്തിക്കാൻ ദൈവമാണ് ഇതിൻ്റെ പുറകിലൊക്കെ സംവിധാനം ചെയ്യുന്നതെങ്കിലും ആ കാര്യങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കാൻ വളരെ ശക്തനും ധീരനുമായി നിന്ന് പോരാടിയ, ദൈവപക്ഷത്ത് നിന്ന് അടരാടിയ ഒരാത്മീക നേതാവാണല്ലോ പ്രവാചകനായിരിക്കുന്ന എലീശ. ഞാനിത് വായിച്ച് പറയുമ്പോൾ കുറേ വാക്കുകൾ കൊണ്ട് കൂട്ടിച്ചേർത്ത് ഒരു സംഭവം പറയുകയല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ദൈവത്തോടടുത്താൽ, ഒരുപാട് ദൈവമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ, ഒത്തിരി പ്രാർത്ഥിച്ചാൽ, ഇവരുടെയൊന്നും പിന്നാമ്പുറങ്ങൾ അഥവാ ഈ എലീശയുടെ ഭാര്യ, മക്കൾ, കുടുംബം, ഇവരെക്കുറിച്ചൊന്നും വലിയ ഡീറ്റെയിൽസ് ഇല്ല. ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് അവിടെ നിൽക്കട്ടെ. അതിലുപരി ഇവരെയൊക്കെ ദൈവത്തിന് വേണ്ടി ഇതൊക്കെ ഉണ്ടെങ്കിലും, കുടുംബം, ബന്ധങ്ങൾ, സമൂഹം, അവനവൻ്റെ കാര്യം ഒക്കെ ഉണ്ടെങ്കിലും ഇതിനേക്കാളെല്ലാം ഇവർ ദൈവത്തിൻ്റെ കാര്യത്തിന് ഊന്നൽ കൊടുത്തു എന്നുള്ളതാണ് ഇവരെ ഇത്ര കണ്ടറിയപ്പെടാനും ദൈവകരങ്ങളിൽ ഇതുപോലെ പ്രയോജനപ്പെടുത്താനും ഇടയാക്കി തീർത്തത്. എല്ലാവരെക്കൊണ്ടും ഇത് പറ്റും എന്നൊന്നും അല്ല അവകാശപ്പെടുന്നത്. എങ്കിലും
വേണ്ടുവോളം സമയം ദൈവസന്നിധിയിൽ ചെലവഴിപ്പാൻ സർവശക്തൻ തന്നെ സാഹചര്യമാക്കിയിരിക്കുന്ന പലരും എന്നെ കേൾക്കുന്നവരിലുണ്ട് എന്നെനിക്കറിയാം. ഒരുപക്ഷെ വിവിധ കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയവരായിരിക്കാം. വിവിധ സ്ഥലങ്ങളിൽ ചെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു വീട്ടിൽ 4-5 പേര് ജോലി ചെയ്യുന്ന വീടുകൾ എനിക്കറിയാം. എന്നിട്ടും അവർക്ക് ഇല്ലായ്മയുടെ കഥകളൊക്കെയാണ്. എന്നാൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ടായിട്ടും ദൈവം തമ്പുരാൻ ജോലിക്ക് വിടാതെ വീട്ടിലിരുത്തിയിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ള കാര്യം ആ ഒരു വീക്ഷണത്തിൽ, ആ ഒരു കണ്ണുകൊണ്ട് ആത്മീക പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന പലരെയും എൻ്റെ യാത്രകൾ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവസരം കിട്ടുമ്പോഴൊക്കെ അവരോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, ഒരുപക്ഷെ ഖനമുള്ളൊരു തുക ശമ്പളം മേടിക്കാനുള്ള ജോലിയും എക്സ്പീരിയൻസൊക്കെ കയ്യിലുണ്ടായിട്ടും നിങ്ങളെ ദൈവം വീട്ടിലിരുത്തിയിരിക്കുന്നത് വെറുതെ സമയം പാഴാക്കാനല്ല. ഇതുപോലെ യുഗപരമായ സ്പർശനം ചരിത്രത്തിലുണ്ടാക്കാൻ സർവശക്തനായ ദൈവം ചിലർക്ക് അവസരം കൊടുക്കും. അവരത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ചരിത്രത്തിൻ്റെ ഭാഗമായി പേരെടുക്കുക എന്നുള്ളതല്ല, ഒരുപാട് പേർക്ക് ഗുണമായി മാറാൻ പറ്റും. നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ ആരുമാകട്ടെ എന്നെ കേൾക്കുന്നത്, ഞാൻ നിങ്ങളോട് ആദ്യം ചോദിക്കുന്നു, ദൈവം തമ്പുരാൻ വേണ്ടുവോളം സമയം തന്നിട്ടുള്ള ഒരാളാണോ നിങ്ങൾ? എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുകയില്ല. ജോലി സ്ഥലത്ത് ഹാർഡ് വർക്ക്, വളരെ ദീർഘദൂരം യാത്ര ചെയ്തു പോയി ജോലി ചെയ്യേണ്ട സ്ഥിതി, എന്നും യാത്രാ തിരക്കുകൾ, കുടുംബത്തിൻ്റെ പ്രാരാബ്ദം, ഒരു വീട്ടിലെ മുഴുവൻ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും 12 മണിയായാലും കുളിക്കാൻ പോലും രാത്രി നേരം കിട്ടാത്തവർ, അങ്ങനെയുള്ളവരുണ്ട്. അവരെ ഇന്ന് മാറ്റി നിർത്തുന്നു. നിങ്ങൾക്ക് ഒരു നേരം വെച്ചാൽ 9 നേരം കഴിക്കാം. ഞാൻ പറയുന്നത് കൊണ്ട് അപമാനമായി കണക്കാക്കരുത്. അതുപോലെ ഒരു കൊച്ചു സാഹചര്യത്തിൽ നിങ്ങളെ ദൈവം ഇരുത്തിയിരിക്കുക. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, ഏകാന്തതയാണ്, ആരുമില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങളെ തന്നെ എണ്ണിപ്പറക്കി നശിപ്പിക്കാതെ, പ്രിയരെ നശിപ്പിക്കാതെ, നിങ്ങൾ ഈ സമയം ആത്മീകത്തിൽ പ്രയോജനപ്പെടുത്ത്. എവിടെ നിന്ന് തുടങ്ങണം? നിങ്ങൾ സമയം വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്ക്. എനിക്ക് പ്രിയമുള്ള അടുപ്പമുള്ള പലരോടും ഞാൻ കൂടെ പറയും, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, പ്രാർത്ഥിക്ക്. ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയ്ക്കൊരു കണക്ക് വയ്ക്കാതെ, ഒരളവുകോല് വയ്ക്കാതെ പ്രാർത്ഥിക്ക്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളിൽ പലരെയും യുഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. ചിലരെ നമുക്ക് പൊക്കിക്കൊണ്ടുവരാൻ പറ്റും. അയ്യോ, ഏലീശയെക്കുറിച്ചല്ലായിരുന്നെന്ന് പറയേണ്ടത്. ഞാൻ പറയാൻ വന്ന ഭാഗം പറയട്ടെ. നിങ്ങളുടെ ചിന്തയിൽ ഇത്രയും നേരം പറഞ്ഞത് കിടക്കട്ടെ. സമയം ഉണ്ടാക്കി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ല്. ചിലരെ നമുക്ക് കൈപിടിച്ചുയർത്താം. യേഹുവിനെക്കുറിച്ചാണ്. അദ്ദേഹം സ്പർശിച്ച, തൊട്ട, ഉയർത്തിക്കൊണ്ട് വന്ന, ഇടപെട്ട നൂറുകണക്കിന് വിഷയങ്ങളിൽ ഒരാളാണ് ഈ പറയപ്പെട്ടിരിക്കുന്നത്. യേഹുവിനെ അഭിഷേകം ചെയ്യാൻ ഒരു നിയോഗം ഏലീശയുടെ മേൽ വരുന്നു. അപ്പോൾ ഏലീശ തൻ്റെ ശിഷ്യനെ പറഞ്ഞയച്ചിട്ട് പറയുമ്പോൾ പറഞ്ഞൊരു വാക്കാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത്. അത് ഞാൻ എടുത്തു പറഞ്ഞല്ലോ. ഇപ്രകാരമാണ്: അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിക്കുക. സഹോദരന്മാരുടെ നടുവിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവർ, അതും നമ്മളിലൊക്കെ ഈ കേൾക്കുന്നവർ പലരും കണ്ടേക്കാം. സഹോദരന്മാരെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും വീട്ടിൽ നമ്മൾ ഒറ്റപ്പെട്ട ആകാശത്തു നിന്ന് പൊട്ടി വീണവരൊന്നും അല്ലല്ലോ. നമുക്ക് അപ്പൻ വീട്ടുകാർ, അമ്മ വീട്ടുകാരുണ്ട്, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരുടെ നടുവിൽ നിന്നും ചിലർ പറയില്ലേ, ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും വീട്ടിൽ നിന്ന് ഞങ്ങൾ മാത്രമേ വിശ്വാസത്തിലുള്ളെന്ന്. അങ്ങ് ഭാഗ്യവാനാ ബ്രദറെ, ഭാഗ്യവാനാ. എൻ്റെ പൊന്ന് സിസ്റ്ററെ, നിങ്ങളടുത്തോളം ഭാഗ്യമുള്ളവർ ചിലപ്പോൾ ഈ സമൂഹത്തിൽ കാണുകയല്ല. കാരണം എന്താ? സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിങ്ങളെ മാത്രമല്ലേ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ തോന്നിയുള്ളൂ. നിങ്ങളെ എഴുന്നേൽപ്പിച്ചതിൻ്റെ പുറകിൽ ദൈവം തമ്പുരാന് ഭയങ്കര ഉദ്ദേശമുണ്ട്. ഈ യേഹുവിനെ എഴുന്നേൽപ്പിച്ചത് ഈ ഇസ്രായേൽ ഗ്രഹത്തിന് വിരോധമായി അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ദൈവത്തിനും ദൈവത്തിൻ്റെ പ്രമാണത്തിനും ജനത്തിനും രാഷ്ട്രത്തിനും ഒരു ഉപദ്രവകാരിയായി മാറി ആഹാബ് എന്ന രാജാവിൻ്റെ കുടുംബത്തെ ഉന്മൂലനാശം ചെയ്യാനാണെന്ന് ഈ വേദപുസ്തകത്തിലുണ്ട്. ഞാനിപ്പോൾ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന കാര്യമല്ല, പാതാളത്തിലെ പൈശാചിക ശക്തികളെ കാൽച്ചൂട്ടിലിട്ട് മെതിക്കാൻ സഹോദരവൃന്ദത്തിൻ്റെ നടുവിൽ എഴുന്നേൽപ്പിച്ചവർ ഇത് കേൾക്കുന്നുണ്ടോ? ഞാനീ പറയുന്നത് ഗ്രഹിക്കണം. ഇന്ന് നിങ്ങളോട് ഇത്രയും മാത്രം പറയാനാണ് ദൈവം എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. സഹോദരവൃന്ദത്തിൻ്റെ നടുവിൽ ദൈവം എഴുന്നേൽപ്പിച്ചവരുണ്ട്. ശുശ്രൂഷയ്ക്കാണെങ്കിലും വിശ്വാസത്തിനാണെങ്കിലും കൃപാവരം ചൊല്ലി എന്തിനകത്താകട്ടെ. നിങ്ങൾക്കങ്ങനെ ഒരു ബോധമുണ്ടോ? ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾക്കെതിരെ വലിയ AK-47 വെച്ച് ടകടകാന്ന് വെടിവെക്കുക എന്നും പറഞ്ഞുകൊണ്ട് ജീവിതം പാഴാക്കല്ലേ. നമ്മുടെ ഈ വാക്കിലും ചിന്തയിലും കാഴ്ചപ്പാടിലെ പ്രശ്നം ഇരിക്കുന്നത്. നിങ്ങൾ അഭിമാനത്തോടെ ഇന്ന് ഈ വാക്ക് കേട്ട് എഴുന്നേറ്റെന്ന് പറ. മറുഭാഗത്ത് ഒരു കൂട്ടം ആളുകൾ ദൈവത്തെ അറിയാത്തവരോ
ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ, നമ്മൾ ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ കുറ്റം പറയുന്നവരോ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ ദൈവം യേഹൂവിനെ എഴുന്നേൽപ്പിച്ചതുപോലെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന്, ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്ന് മിടുക്കന്മാർ, ഭക്തന്മാർ, വിശ്വാസ സംബന്ധമായി എരിവുള്ളവർ ഒക്കെ ആയിരുന്നു. പൗലോസ് യഹൂദന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് അവർക്ക് പരിജ്ഞാനമില്ലെങ്കിലും എരിവുള്ളവരാണ് എന്നതുപോലെ എരിവുള്ളവരൊക്കെ ഉണ്ടായിട്ടും അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ദൈവം തമ്പുരാന് പ്രസാദം തോന്നിയത് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനെ എഴുന്നേൽപ്പിക്കാനല്ലേ. ഒറ്റപ്പെട്ടു പോയെന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളെ എഴുന്നേൽപ്പിച്ച് പറപ്പിച്ച് വിട്ടെന്നല്ല, ഒരു ഉൾമുറിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ഉൾമുറിയിലേക്ക് കൊണ്ടുപോവുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉൾമുറിയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ഏകാന്തതയാണ്, ഒരു ഒറ്റപ്പെടലാണ്. സമൂഹത്തിൻ്റെ നടുവിൽ വട്ടം കൂടിയിരുന്ന് ചിരിച്ചും കളിച്ചും അട്ടഹസിച്ച് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി ഹീറോ ആയിരുന്ന മനുഷ്യനെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടേ വലിയ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റിയെന്നല്ല, ആദ്യം ഉൾമുറിയിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഇന്നാരെങ്കിലും ദൈവം തമ്പുരാൻ നിമിത്തം ഉൾമുറിയിലേക്ക്, ഒറ്റപ്പെടലിലേക്ക്, രഹസ്യ മണ്ഡലത്തിലേക്ക് എല്ലാവരാലും തള്ളപ്പെട്ട് ഭയങ്കര പൂമ്പാറ്റ പോലെ പറന്നു നടന്ന നിങ്ങളെ ദൈവം തമ്പുരാൻ ഇന്ന് ഒരു ഉൾമുറിയിലേക്ക് കൊണ്ടുവന്നൊരവസ്ഥയാണോ? ആരും മിണ്ടാനില്ല, ആരും വിളിക്കാനില്ല, നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല. ഉൾമുറിയിലാണോ ബ്രദർ, സിസ്റ്റർ നിങ്ങൾ പുറത്തു വരുന്നത്? ഉൾമുറിയിലേക്ക് കൊണ്ടുപോയതുപോലെ ആയിരിക്കത്തില്ല കേട്ടോ. ഞാൻ ആത്മാവിൽ പറയാം, സ്വർഗം വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ മാനിച്ച് പുറത്തു കൊണ്ടുവരും, നിങ്ങളെ ഉപയോഗിക്കും, ദൈവം പ്രവർത്തിക്കും. ഇനി നിങ്ങൾ ഈ ഭാഗം എടുത്തു വെച്ച് ചിന്തിച്ച് ധ്യാനിച്ച് എന്നോട് ഇനിയും സംസാരിക്കണമേ ദൈവമേ എന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞതിനപ്പുറം നിങ്ങളോട് ദൈവം സംസാരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ ചിന്തകൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പറഞ്ഞ വാക്കുപോലെ എല്ലാവരുടെയും നടുവിൽ, എല്ലാ കാര്യത്തിലും എല്ലാവരും മിണ്ടിയും പറഞ്ഞും വിളിച്ചും പറഞ്ഞും ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്ന് കൂട്ടും കൂടി ഉല്ലസിച്ചിരുന്നവരുടെ നടുവിൽ നിന്ന് അപ്രതീക്ഷിതമായി കൂട്ടുകാരുടെയും സഹോദരന്മാരുടെയും നടുവിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോയി ഇന്നൊരു തരം ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അപ്പാ ഞാൻ ഈ ദൂത് അവർക്ക് കൊടുക്കുക. അവരിത് ബോധം വരട്ടെ, അവരെഴുന്നേക്കട്ടെ, അവരൊരു യുഗത്തിൻ്റെ ആളുകളായി മാറട്ടെ. ഞാനീ പറഞ്ഞ വാക്കുകൾ അവർക്ക് അനുഗ്രഹമാകട്ടെ. ഈ കേൾക്കുന്നവർ ചിലർ ഏലീശമാരുണ്ടാകട്ടെ, ചിലർ യേഹുമാരുണ്ടാകട്ടെ. അതിന് വില കൊടുക്കാൻ അവർക്ക് മനസ്സുണ്ടാകട്ടെ. അവരുടെ സമയം വെറുതെ പാഴാക്കി കളയാതിരിക്കട്ടെ. അപ്പ ധൈര്യപ്പെടുത്തണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.